ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സീരീസ് ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ പബ്ലിക് എക്സാമും മോഡൽ എക്സാമും ഒക്കെ വരെ ആയി അല്ലേ. ഇന്ന് February 5th ആയി. അപ്പോൾ ഇനി നമുക്കധികം സമയമൊന്നുമില്ല, ഒട്ടും വേസ്റ്റ് ചെയ്യാനില്ല അല്ലേ. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് മിസ്സ് പ്രതീക്ഷിക്കുന്നു. എന്നാലും കുറച്ച് പേരെങ്കിലും എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഐഡിയ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ പഠിച്ചു തുടങ്ങിയവർക്കാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗമാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, അതുപോലെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റിനും 2 വീഡിയോ ഉണ്ടായിരിക്കും. കാരണം മിസ്സിന് എല്ലാതും ഒരു പാർട്ടിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അല്ലേ, ബോറടിക്കുകയും ചെയ്യും. നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു ടാസ്ക് ആയിട്ട് ഈ ഒരു പഠിത്തത്തെ കാണാതെ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെ കാണാതെ നമുക്ക് വളരെ എളുപ്പമായിട്ട് ലളിതമായിട്ട് മനസ്സിലാക്കി ഓരോ കോൺസെപ്റ്റും പഠിച്ചുകൊണ്ട് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കില്ല അല്ലേ. അപ്പോൾ മിസ് വെറുതെ ഇത്രയും ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ്, നിങ്ങൾ എന്തായാലും നല്ല മാർക്ക് വാങ്ങണം എന്നാണ് മിസ്സിൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ സബ്ജക്റ്റും എന്ത് ചെയ്യാം, 2 പാർട്ടായിട്ട് വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടിൽ മിസ് പകുതി ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്ര സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾക്ക് ഓരോ വീഡിയോ മിസ് ഓരോ ദിവസം ഇടും. അപ്പോൾ അത് പഠിച്ചു പോവാം. ഓക്കെ, പിന്നെ പറയാനുള്ളൊരു കാര്യം, കുറേ പേര് മിസ്സിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്രാവശ്യം ഈ ഒരു എക്സാമിന് വരുന്നത്, ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇത്രയും എല്ലാ പോർഷനും കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എന്താണ്, സിലബസിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ സിലബസ് മാറിയെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ സിലബസിനൊന്നും ഒരു മാറ്റമില്ല, അത് തന്നെയാണ്. പക്ഷേ എന്താണ് മാറ്റം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വരെ ചോദിച്ചിരുന്ന പോലെ അല്ല ഇപ്രാവശ്യം ചോദിക്കുക. കഴിഞ്ഞ വർഷം വരെ എങ്ങനെയായിരുന്നു, പ്രീവിയസ് ഇയർ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ എന്താണ് ഇവിടെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരില്ല, മറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും വരിക. പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി കഴിഞ്ഞാൽ ആൻസർ നിങ്ങൾ എന്താണ് അവിടെ എഴുതുന്ന കാര്യം തന്നെ ഇവിടെ എഴുതണ്ടേ. പാറ്റേൺ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ, വേറെ അതിലുള്ള കോണ്ടന്റ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതിന് ആൻസർ ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഓരോ കോൺസെപ്റ്റ്സും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് പഠിക്കണം അല്ലേ. അപ്പോൾ മിസ് അധികം ഇനി പറഞ്ഞു നീട്ടുന്നില്ല, അത് നമുക്ക് വഴിയെ ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ചാപ്റ്റർ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മിസ് തുടങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് എക്സാം ആയിട്ടുള്ള സോഷ്യോളജി ആണ് കേട്ടോ. അപ്പോൾ സോഷ്യോളജിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ്, ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ എന്നുള്ള പാഠഭാഗം. വളരെ എളുപ്പമാണ്, ചെറിയൊരു പാഠഭാഗമാണ്. ചുരുങ്ങിയത് ഒരു 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യനാണ് വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 1 വേർഡാണ് കൂടുതലും വരിക. ഓക്കെ, 1 വേർഡ്, അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല എന്നാണ് മിസ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് നോക്കേണ്ട ഒരു കാര്യം, അത് മിസ് ഇവിടെ കൊടുത്തിട്ടില്ല. ആരാണ് സോഷ്യോളജിയുടെ പിതാവ്, ഫാദർ ഓഫ് സോഷ്യോളജി ആരാണ് അറിയാലോ, അഗസ്റ്റേ കോംറ്റിയാണ്. അപ്പോൾ അതൊന്നും ഇവിടെ മറക്കരുത്. ഓക്കെ, അടുത്തത്, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, പ്രിയർ നോളജ് ഓഫ് സൊസൈറ്റി, മുന്നറിവ് എന്താണ് എന്നുള്ളത്. അപ്പോൾ പ്രിയർ നോളജ് അല്ലെങ്കിൽ മുന്നറിവ് എന്ന് പറയുന്നത് സോഷ്യോളജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്താണ് ആദ്യമായിട്ടല്ല അതിൽ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സോ അറിയുന്നത്. അതായത് നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സമൂഹത്തെ പറ്റി നമുക്ക് എന്താണ് ഒരു ഐഡിയ അല്ലെങ്കിലേ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, മുന്നറിവ് ഉണ്ടായിരിക്കും, പ്രിയർ നോളജ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെമിസ്ട്രിയോ ഫിസിക്സോ പഠിക്കാൻ വരുമ്പോൾ നമുക്ക് എന്താണ്, അതൊക്കെ ന്യൂ കോൺസെപ്റ്റ്സ് ആണ്, അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലേ. അതിനെപ്പറ്റി നമുക്ക് മുന്നറിവ് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പം അതുപോലെയല്ല ഇവിടെ അല്ലേ. അപ്പോൾ ഈ മുന്നറിവിന് ഗുണവും ദോഷവും ഉണ്ട്. ഇപ്പോൾ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, സബ്ജക്റ്റിന് ഫിയർ ഉണ്ടാവില്ല, ഭയം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ട് പറയേണ്ടത്. നെഗറ്റീവായിട്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് ഉള്ള കാര്യങ്ങൾ എന്താണ്, പാർഷ്യൽ ആയിരിക്കും. അതിനെന്താണ്, സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല, ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൻ്റെ പേരിലായിരിക്കില്ല നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഇങ്ങനെ കേട്ട് അറിഞ്ഞ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതൊരു എന്താണ്, നെഗറ്റീവ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ സിമ്പിളായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്താണ്, സെൽഫ് റിഫ്ലെക്സിവിറ്റി അല്ലെങ്കിൽ ആത്മപ്രതിഫലനം. അതായത് നമ്മളെ തന്നെ നമ്മൾ മറ്റൊരാളുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതിനെയാണ് എന്തെന്ന് പറയുക, സെൽഫ് റിഫ്ലെക്സിവിറ്റി അല്ലെങ്കിൽ ആത്മപ്രതിഫലനം. ഓക്കെ,
സീയിങ് ത്രൂ അതേഴ്സ് ഐസ്, ആരേനെ, നമ്മളെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയും കൺസെപ്റ്റ്സ് ഒന്നും മിസ് വലിച്ചു നീട്ടി പറയുന്നില്ല കേട്ടോ. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ ട്രബിൾസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, സ്വകാര്യ ബുദ്ധിമുട്ടുകളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം. ഈ ഒരു ടേം ആരാണ് ഇത് പറഞ്ഞത്? ഈ ഒരു സ്വകാര്യ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് സി റൈറ്റ്സ് മില്ലാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, സോഷ്യൽ മാപ്പ് ആൻഡ് ജോഗ്രഫിക്കൽ മാപ്പ്, സാമൂഹിക ഭൂപടവും ഭൂമിശാസ്ത്രപരമായ ഭൂപടവും. അപ്പോൾ ഈ സാമൂഹിക ഭൂപടം എന്താണ്? ഭൂമിശാസ്ത്രപരമായ ഭൂപടം നമുക്കറിയാം അല്ലേ. ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് നോക്കുക? ജോഗ്രഫിക്കൽ മാപ്പ്. അതായത് എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാനാണ് നമ്മുടെ ജോഗ്രഫിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ ഭൂപടം. സാമൂഹിക ഭൂപടം എന്താണ്? അതായത് നമ്മുടെ സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും സ്ഥാനം നിർണ്ണയിക്കുന്നതാണ് എന്ത്? സാമൂഹിക ഭൂപടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തിൻ്റെ ബേസിസിലാവാം? നമ്മുടെ സ്വത്തിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻഡയറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം എന്ന് മിസ് പറയുന്നില്ല, എന്നാലും പാറ്റേൺസിൻ്റെ ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അത് നമ്മൾ എന്തായാലും എക്സാം അടുപ്പിച്ചിട്ടാണ് ഇടുക. നമുക്ക് എന്തായാലും ഇപ്പോൾ റിവിഷൻ ക്ലാസ് തുടർന്ന് പോകാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം നോട്ട്സ്, അതായത് ഈ ഓരോ ചാപ്റ്റർ വൈസ് നോട്ട്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അത് ആവശ്യമുള്ളവർ മിസ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലൊന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. പിന്നെ അതിൽ പറയാനുള്ളത്, ആ നോട്ട്സ് വളരെ യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും വളരെ എളുപ്പത്തിൽ. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിലൊക്കെ പഠിക്കുന്നവർക്കൊക്കെ അത്രയും യൂസ്ഫുൾ ആണ്. നമ്മളെ ടെക്സ്റ്റ് ഒന്നും വെച്ച് പഠിക്കേണ്ട കാര്യമില്ല, വേറെ ഒന്നും വെച്ച് പഠിക്കേണ്ട കാര്യമില്ല, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് ചെറിയ ഫീസ് വരും. ഓക്കെ, അപ്പോൾ അത് മിസ് ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? മെസ്സേജ് ചെയ്യുക. ഓക്കെ, അല്ലാത്തവർ ടെക്സ്റ്റ് നോക്കി പഠിക്കുക കേട്ടോ. മിസ് അങ്ങനെ പറയുന്നില്ല, ഇത് മാത്രം പഠിക്കുക എന്ന് പറയുന്നില്ല. ടെക്സ്റ്റ് വെച്ച് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് അങ്ങനെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ എളുപ്പത്തിൽ പെട്ടെന്ന് പഠിക്കണം എന്നുള്ളവർ മിസ്സിന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. ദ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യ ശാസ്ത്രഘടന. ഈ ഒരു ചാപ്റ്ററും വളരെ എളുപ്പമാണ്. നമ്മളെ ജനസംഖ്യയെക്കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ്. അതിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഡെമോഗ്രഫി ആദ്യം തന്നെ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഇതാണ് ഫോർമൽ ഡെമോഗ്രഫി, രണ്ടാമത്തത് സോഷ്യൽ ഡെമോഗ്രഫി, ഔപചാരികവും സാമൂഹികവും. ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റിനെയൊക്കെ കുറിച്ച്, അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 എണ്ണമാണ്, അത് 1 വേർഡാണ് ചോദിക്കുക കേട്ടോ മിക്കവാറും. നെക്സ്റ്റ്, തിയറീസ് ഓഫ് ഡെമോഗ്രഫി, ജനസംഖ്യാ ശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ്? 2 തിയറിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, 6 മാർക്കിനും 8 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തിയറിയാണ് ഇത് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഓക്കെ, മാൽത്തൂസിയൻ സിദ്ധാന്തം തോമസ് റോബർട്ട് മാൽത്തൂസിൻ്റെ ആണ്. രണ്ടാമത്തത് കിങ്സ്ലി ഡേവിസിൻ്റെ തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ, പരിവർത്തന സിദ്ധാന്തം. ഈ 2 തിയറി എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. മാൽത്തൂസിൻ്റെ സിമ്പിളായിട്ട് മിസ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുക, പക്ഷേ നമ്മളെ ഭക്ഷ്യോൽപാദനം എന്താ? കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ്? കൂടുതൽ ആളുകൾ ജനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭക്ഷ്യോൽപാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാവുമോ? ഭക്ഷ്യക്ഷാമല്ലേ അവിടെ നേരിടുക അല്ലേ? അപ്പോൾ അതെന്തിലേക്ക് നയിക്കും? ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കൂടുന്നത്? ആ ഒരു കണക്ക് നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. അതുപോലെ തന്നെ പരിവർത്തന സിദ്ധാന്തത്തിൽ 3 സ്റ്റേജാണ് പറയുന്നത് കിങ്സ്ലി ഡേവിസ്. ആ സ്റ്റേജ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, പിന്നെ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ സങ്കല്പങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, അതായത് ജനന നിരക്ക്, മരണനിരക്ക്, അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ്, അതുപോലെ ലൈഫ് എക്സ്പെക്റ്റൻസി, സെക്സ് റേഷ്യോ, ഡിപ്പെൻഡൻസി റേഷ്യോ, ആശ്രിത നിരക്ക്, ഇതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ബർത്ത് റേറ്റ് ഒക്കെ നമുക്കറിയാം, അതായത് 1000-ൽ എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്നുള്ള കണക്കാണ്. അതുപോലെ മരണനിരക്ക് എന്താണെന്ന് പഠിക്കുക, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. അത് വളരെ എളുപ്പമാണ് കേട്ടോ, ചെറിയൊരു 1 വേർഡിൽ പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ്, ഡെമോഗ്രഫിക് ഡിവിഡൻഡ്, ജനസംഖ്യ ലാഭവിഹിതം എന്താണ്? അതായത് നമ്മുടെ ജനസംഖ്യനെ 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 0 മുതൽ 14 വയസ്സും 15 മുതൽ 64 വയസ്സ് വരെയുള്ളവർ, അല്ലെങ്കിൽ 60 വയസ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 60 ആയാലും 64 ആയാലും എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അതിന് ശേഷം എന്താണ്? 60-ന് മുകളിലുള്ളവർ അല്ലെങ്കിൽ 64-ന് മുകളിലുള്ളവർ, അങ്ങനെ 3 ആക്കിയിട്ടാണ് നമ്മളെ ജനസംഖ്യയെ തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ചില ടെക്സ്റ്റിൽ അത് വ്യത്യാസമുണ്ട്, 60-ഉം 64-ഉം കാണിക്കുന്ന ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതെഴുതിയാലും വിഷയമില്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണോ ഉള്ളത് അത് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. 3 ആക്കി തിരിച്ചതിൽ ഇവിടെ 2 കൂട്ടർക്ക് എന്താണ്? വർക്ക് ചെയ്യാൻ പറ്റില്ല. അതാരാണ്? കുട്ടികളും അതുപോലെ മുതിർന്നവരും. അപ്പോൾ ഈ വർക്ക് ചെയ്യാൻ പറ്റുന്നവരാണ് ആര്? 15 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർ അല്ലേ? അപ്പം ഇതിനിടയിലുള്ളവരെയാണ്
എന്ത് നമ്മൾ പറയാ, ജനസംഖ്യ ലാഭവിഹിതം. അതായത് ഇവർക്ക് മാത്രം വർക്ക് ചെയ്തിട്ട് രാജ്യത്തിന് എന്തെങ്കിലും നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അവരെ കൊണ്ടാണ് രാജ്യത്തിന് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുന്നത്, ജനസംഖ്യ ലാഭവിഹിതം, ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരുടെ നിരക്കാണ് ഈ ഒരു കാര്യം കേട്ടോ പറയുന്നത്. അപ്പോൾ അടുത്തത് റീസൺസ് ഫോർ ദ മൈഗ്രേഷൻ ടു സിറ്റീസ് ബൈ വില്ലേജസ്. നഗരങ്ങളിലേക്കുള്ള ഗ്രാമീണരുടെ കുടിയേറ്റത്തിനുള്ള കാരണങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ജനറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന് പുറത്തോട്ടൊക്കെ എന്തിനാണ് പോകുന്നത്, ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതുപോലെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നല്ല ജോലിക്ക് വേണ്ടിയിട്ടാണ്, നല്ല ലിവിങ് സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം. ഓക്കെ, അതുപോലെ അതിൽ മെയിനായിട്ടൊരു പോയിന്റ് നിങ്ങൾക്ക് ഇത് ചേർക്കാം. അതായത് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ. അതെ, വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് അല്ലേ മീഡിയ ഇൻഫ്ലുവൻസ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, അടുത്തത് പോപ്പുലേഷൻ പോളിസി ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് വന്നത്, 1952 പോപ്പുലേഷൻ പോളിസി വന്നിട്ടുള്ളത്. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം, ദേശീയ കുടുംബക്ഷേമ പദ്ധതി എന്നുള്ളതാണ്. അതിൽ പിന്നെ 2-3 പോയിന്റ്സ് വരുന്നുണ്ട്. ആ ഒരു ഒബ്ജക്റ്റീവ്സ് എന്താണ്, ലക്ഷ്യങ്ങൾ എന്നുള്ള കാര്യം കൂടെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 3rd ചാപ്റ്റർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, സാമൂഹ്യ സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ മിസ്സിന് വേറെ കാര്യം പറയാനുള്ളത്, നേരത്തെ പറഞ്ഞത് മിസ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നോട്ട്സ് വേണമെങ്കിൽ മിസ്സിനൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബാക്കി വരുന്ന സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നോക്കാം. കാസ്റ്റ് ഇൻ പാസ്റ്റ്, ജാതി എങ്ങനെയാണ് ഭൂതകാലത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ജനറലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. കാസ്റ്റ് എങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിൽ, വർണ്ണ സിസ്റ്റത്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു അല്ലേ. അതുപോലെ ജാതി അടിസ്ഥാനത്തിലും. വർണ്ണ സിസ്റ്റത്തിൽ 4 തരം കാസ്റ്റാണുള്ളത്, അല്ലെങ്കിൽ 4 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കാസ്റ്റിനെ. ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ഓക്കെ, ജാതി എന്താണ്, ഒരു കാസ്റ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. പിന്നെ അതിലൊരു 5th കാറ്റഗറി എന്ന് പറയുന്ന ഒരു സംഭവം ചോദിക്കാറുണ്ട്, പഞ്ചമാസ് എന്ന് പറയുന്നത്. അതെന്താണെന്നും കൂടെ പഠിച്ച് വെക്കുക. അതായത് ഇതിലൊന്നും പെടാത്തവർ, ഫോറിനേഴ്സ്, സ്ലേവ്സ് പോലുള്ള ആളുകളെയാണ് നമ്മൾ 5th കാറ്റഗറി എന്ന് പറയുക. അത് 2 മാർക്കിന് വരാറുണ്ട് കേട്ടോ. അതുപോലെ പിന്നെ കാസ്റ്റിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, കാസ്റ്റിൽ പറയുമ്പോൾ ഡിഫറൻസ് ആൻഡ് സെപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈറാർക്കി ആൻഡ് വോളിസം. ഇതൊക്കെ നിങ്ങൾ അതിൽ പഠിക്കണം. അതായത് ശ്രേണീകരണം ഉണ്ടായിരിക്കും കാസ്റ്റിന് അല്ലേ. പണ്ട് കാലങ്ങളിൽ വളരെ എന്താണ് തട്ടുകളായിട്ട് തിരിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ സമൂഹത്തെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതാം. ഓക്കെ, അതായത് ഇപ്പം എന്താ പറയുക, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡ് ഷെയർ ചെയ്യുന്നത് പോലും എന്താണ് ഭയങ്കരമായിട്ട് എതിർത്തിരുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇവിടെ എഴുതാം. പിന്നെ റിഫോമേഴ്സിനെ പറയുന്നുണ്ട്, അയ്യങ്കാളി, അതുപോലെ ജ്യോതിബ ഫുലെ, സാവിത്രിബായ് ഫുലെ, നമ്മുടെ EV രാമസ്വാമി നായ്ക്കർ. ഈ കാര്യങ്ങളൊക്കെ അതൊക്കെ മിസ് എന്ത് ചെയ്യുക, മറ്റേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ടെക്സ്റ്റ് നോക്കി പഠിച്ചോളൂ. പക്ഷെ നമ്മൾ എന്തായാലും വീഡിയോയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം നമുക്ക്. മേജർ ചേഞ്ചസ് അണ്ടർവെന്റ് ബൈ കാസ്റ്റ് ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. അതായത് കൊളോണിയൽ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എഴുതാൻ പറ്റും. ഇപ്പോൾ ഒരു നെഗറ്റീവ് കാര്യം പറയുകയാണെങ്കിൽ, കൊളോണിയലിസത്തിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു കാസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അത് സ്കോളേഴ്സ് ആർഗ്യൂ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, ഇതിന് ശേഷമാണ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വന്നത്. അതിനുശേഷം നമ്മുടെ SC ST, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ എന്താണ് അംഗീകാരം കിട്ടുകയാണ് ഉണ്ടായത്. അതുപോലെ ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യമൊക്കെ എഴുതാം. അതിനുശേഷം എന്താണ് അപ്പർ കാസ്റ്റിന് ലാൻഡ് റൈറ്റ്സ് കിട്ടി, ലോവർ കാസ്റ്റിന് എന്തുണ്ടായി, അവരുടെ ഇതിലിങ്ങനെ പണിയെടുക്കേണ്ടി വന്നു. അതിനൊക്കെ എന്താണ് ഒരു ലീഗൽ വാലിഡിറ്റി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോമിനന്റ് കാസ്റ്റ്, പ്രബല ജാതി. ഇത് ആരുടെ കോൺസെപ്റ്റാണ്, ഈ പ്രബല ജാതി. അതുപോലെ സാൻസ്ക്രിറ്റൈസേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് MN ശ്രീനിവാസനെ ഓർമ്മ വരണം. ആളുടെ കോൺസെപ്റ്റാണ് പ്രബല ജാതി എന്ന് പറയുന്നത്. ആരേനെയാണ്, കൂടുതൽ എണ്ണസംഖ്യ ഉള്ളവർ, അതുപോലെ ഭൂമി സ്വത്ത് കൈവശമുള്ളവർ, പൊളിറ്റിക്കൽ പവർ ഉള്ളവർ, അങ്ങനെയുള്ളവരെയാണ് MN ശ്രീനിവാസ് എന്തെന്ന് വിളിച്ചത്, ഡോമിനന്റ് കാസ്റ്റ് അല്ലെങ്കിൽ പ്രബല ജാതി എന്ന് വിളിച്ചത്. അതിന് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എക്സാമ്പിൾ ഏതൊക്കെയാണ്, 2-3 എണ്ണം. ഓക്കെ, ഇപ്പോൾ വൊക്കലിംഗാസ് ഇൻ കർണാടക, അതുപോലെ ജാട്ട് ഇൻ പഞ്ചാബ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, പഞ്ചാബിലെ ജാട്ട്, ഇവരൊക്കെ എന്താണ്, UP യിലെ യാദവാസ്, ഇവരൊക്കെയാണ് പ്രബല ജാതിക്ക് ഉദാഹരണമായിട്ടുള്ളത്. ഓക്കെ,
അടുത്തത് കാസ്റ്റ് ഇൻ പ്രസന്റ്. ജാതി വർത്തമാന കാലത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ്, ജാതിയുടെ ആ ഒരു എന്ത് മായാണ്, ഹൈറാർക്കിയൊക്കെ മായാണ്, ഇൻവിസിബിൾ ആവുകയാണ്. കുറച്ചും കൂടെ ജാതി എന്താണ്, ഇല്ലാതെ ആയിപ്പോയി. ഓക്കെ. അതുപോലെ തന്നെ മൊബിലിറ്റി, മറ്റൊരു ജാതിയിലേക്കുള്ള മൊബിലൈസേഷൻ പറ്റിയിരുന്നില്ല പണ്ട് കാലങ്ങളിൽ, അല്ലേ? ഇന്ന് അത് പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് നഗരവൽക്കരണവും വ്യവസായവൽക്കരണത്തിനൊക്കെ ശേഷം എന്തുണ്ടായി, എല്ലാ ജാതിക്കാരും ഒരുപോലെയായി, എല്ലാവരും ഒരുമിച്ച് നിന്ന് പണിയെടുക്കാനായിട്ട് തുടങ്ങി, ഒരുമിച്ച് ക്ലാസ്സിൽ പോകുന്നു. പണ്ട് കാലങ്ങളിൽ അത് പറ്റിയിരുന്നോ? ഇല്ല. എല്ലാ അപ്പർ കാസ്റ്റ് എന്താണ്, ലോവർ കാസ്റ്റിനെ എപ്പോഴും എന്താണ്, തടഞ്ഞിടും, അല്ലേ? അല്ലെങ്കിൽ അവരെ ഒരുമിച്ചിരുന്ന് പഠിക്കില്ല. പക്ഷേ ഇതിനൊക്കെ ശേഷം എന്താണ്, എല്ലാവരും ഒരുമിച്ച് പണിയെടുക്കുന്നു. അതുപോലെ മോഡേണൈസേഷന് ശേഷം ഈ കാസ്റ്റ് എന്നുള്ളത് ഇൻവിസിബിൾ ആവുന്നു. കാസ്റ്റ് മാരേജിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ എൻഡോഗമി ആയിരുന്നു, എക്സോഗമി വന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതാം. നെക്സ്റ്റ് പെർമനൻറ്റ് ട്രേഡ്സും അക്വേർഡ് ട്രേഡ്സും, സ്ഥിര സവിശേഷതയും ആർജിത സവിശേഷതയും, ഇതൊക്കെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഇമ്പാക്റ്റ് ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഓൺ ട്രൈബൽ ലൈഫ്, ദേശീയ വികസന പദ്ധതികൾ ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതായത് അവരുടെ എന്ത് നഷ്ടപ്പെടുകയാണ്, ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ അവരുടെ എന്താണ്, ആവാസ വ്യവസ്ഥ തന്നെ തകർന്നു പോവുകയാണ്, അല്ലേ? പിന്നീട് അവരെന്താണ് പെരുവഴിയിലാവുന്ന കാര്യം. അതുപോലെ തന്നെ അതെല്ലാം അവരുടെ കൾച്ചർ ഇല്ലാതെ ആക്കുന്നതിനുള്ള കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാം, നർമ്മദ റിവറിൽ ഡാം ബിൽഡ് ചെയ്തത്, അതുപോലെ തന്നെ എന്താണ് ജാർഖണ്ഡിലെ ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ഇതൊക്കെ എന്താണ് ട്രൈബൽസിൻ്റെ കൾച്ചറും അതുപോലെ തന്നെ അവരുടെ ലിവ്ലിഹുഡൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് പ്രത്യാഘാതങ്ങളായിട്ട് അവരാണ് നേരിടുന്നത് എന്നുള്ള കാര്യങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഇൻ്റഗ്രേഷനിസ്റ്റ് ആൻഡ് ഐസൊലേഷനിസ്റ്റ് വ്യൂ ഓൺ ട്രൈബൽസ് ആണ്. ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരെ സംബന്ധിച്ച ഉദ്ഗ്രന്ഥനവാദവും വേർതിരിക്കൽ വാദവുമാണ്. ഈ ഒരു ഉദ്ഗ്രന്ഥനവാദം, അതായത് ഇൻ്റഗ്രേഷനിസ്റ്റ് പറയുന്നത് എന്താണ്, വ്യൂവിൽ പറയുന്നത് ട്രൈബൽസ് എന്ന് പറയുന്നത് ഹിന്ദു സൊസൈറ്റിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ അവരെ നമ്മൾ എന്താണ് ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അതുപോലെ അവർക്ക് വേണ്ട ഫെസിലിറ്റി കൊടുക്കണം, അവർ ഭാഗമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഐസൊലേഷനിസ്റ്റ് എന്താ പറയുന്നത്, അതായത് വേർതിരിക്കൽ വാദത്തിൽ എന്താ പറയുന്നത്, അവർ പറയുന്നത് ട്രൈബൽസിന് എന്താണ് പ്രൊട്ടക്ഷൻ വേണം, അവർ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ഒന്നും ഭാഗമല്ല, അവർക്ക് സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളതാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഫാമിലി ആൻഡ് കിൻഷിപ്പ്, കുടുംബവും ബന്ധുത്വവും, ഫാമിലിനെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ എളുപ്പമാണ്. അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്വത്ത് കൈമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ സ്ഥാനീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ. അത് മിസ് ഒരു ഫ്ലോ ചാർട്ട് പോലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. നെക്സ്റ്റ് വീഡിയോയിലെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അത് എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ ആണല്ലോ ഈ ഒരു ചാപ്റ്റർ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാപ്റ്റർ 4 നോക്കാം. ദ മാർക്കറ്റ് ആസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിപണി ഒരു സാമൂഹിക സ്ഥാപനമെന്ന നിലയിൽ. ഓക്കെ. അപ്പോൾ നമുക്കിതിൽ ആദ്യം നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇമ്പോർട്ടൻസ് ഓഫ് കാസ്റ്റ് ബേസ്ഡ് മാർക്കറ്റ് ആൻഡ് നെറ്റ്വർക്ക് ഇൻ പ്രീ കൊളോണിയൽ ആൻഡ് കൊളോണിയൽ പീരീഡ്. അതായത് കോളനി ഭരണകാലത്തും അതിനുശേഷവും ഇന്ത്യയിൽ വ്യാപാരത്തിൻ്റെയും വ്യാപാര ശൃംഖലയുടെയും പ്രാധാന്യം വിശദീകരിക്കാനാണ് ഇവിടെ മെയിനായിട്ട് എഴുതേണ്ടത്. പ്രീ കൊളോണിയൽ പീരീഡിൽ അവരെന്താണ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്സ് ഒക്കെ ആയിരുന്നു എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്, കൈമാറിയിരുന്നത്. പക്ഷേ കൊളോണിയൽ കാലഘട്ടത്തിൽ എന്താണ് കൊമേഴ്ഷ്യൽ മണി വരാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ നഗരത്താർ, അതുപോലെ തന്നെ നാട്ടുകുട്ടി ചെട്ടിയാർ, നഗരത്താർ അല്ലെങ്കിൽ നാട്ടുകുട്ടി ചെട്ടിയാർ, അതൊക്കെ ഇവിടെ എഴുതാം. ഓക്കെ. നെക്സ്റ്റ് മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിനെ എക്കണോമിക്സിൽ കാണുന്നത് പോലെയല്ല നമ്മൾ സോഷ്യോളജിയിൽ കാണുന്നത്, അല്ലേ? സോഷ്യോളജിയിൽ കുറച്ചും കൂടെ മാർക്കറ്റ് എന്താണ് ഫ്യൂ പീപ്പിൾസിൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ചില ക്ലാസ്സുകളാണ്. അതുപോലെ ഈ മാർക്കറ്റിന് എന്താണ് കൾച്ചറലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബാധിക്കുന്നുണ്ട്, അപ്പോൾ സൊസൈറ്റീനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് എമർജൻസ് ഓഫ് ന്യൂ മാർക്കറ്റ്സ് ഇൻ കൊളോണിയൽ ഇന്ത്യ. കൊളോണിയൽ ഇന്ത്യയിൽ പുതിയ വിപണിയുടെ ആവിർഭാവത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്, അതിൻ്റെ അനന്തരഫലങ്ങളും. അപ്പോൾ അതിൽ മെയിനായിട്ട് കൊളോണിയൽ കാലഘട്ടത്തിൽ അവരെന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ചീപ്പായിട്ടുള്ള, അതായത് വില കുറഞ്ഞ പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് എന്താണ്, ഇടിയാണ് ഉണ്ടായത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, അവരെന്താണ് അവരുടെ കച്ചവടം കുറഞ്ഞു. അതായത് പുറത്തു നിന്ന് എന്താണ് നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുമ്പോൾ അതാണ് ആളുകൾ വാങ്ങുക. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രീസ് തകരുകയും ബാക്കി പിന്നീട് എന്താണ് അതിൽ നിന്ന് മാറിക്കൊണ്ട് വേറെ പല ഇൻഡസ്ട്രീസും വളർന്നു വരികയാണ് ചെയ്തത്. അങ്ങനെ വളർന്നു വന്ന ഒരു മെയിൻ ആയിട്ടുള്ള ആളുകളാണ് മാർവാരീസ് എന്ന് പറയുന്ന ബിസിനസ് കമ്മ്യൂണിറ്റി. ഈ കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ, കൊളോണിയൽ കാലഘട്ടത്തിൽ വന്ന മാറ്റങ്ങളിൽ. ഓക്കെ.
നെക്സ്റ്റ് ആദം സ്മിത്തിൻ്റെ ഇൻവിസിബിൾ ഹാൻഡ്, അദൃശ്യകരം എന്താണ് എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതായത് ഏതെങ്കിലും ആളുകൾ മാർക്കറ്റിൽ എന്താണ് അവരുടെ നല്ലതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും നല്ലതായിട്ട് ഭവിക്കുന്നതിനെയാണ് അദൃശ്യകരം അല്ലെങ്കിൽ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കമോഡിറ്റൈസേഷൻ അല്ലെങ്കിൽ കമോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ചരക്കുവൽക്കരണം. അപ്പോൾ മുന്നേ മാർക്കറ്റിൽ ഉണ്ടാവാത്ത, അതായത് മാർക്കറ്റിൽ എന്ന് പറയുന്നത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പണം കൊടുത്ത് നേടാൻ കഴിയാത്ത കാര്യങ്ങൾ പിന്നീട് എന്താണ് വിപണിയിൽ വരുന്നതാണ് എന്ത് ചരക്കുവൽക്കരണം എന്ന് പറയുന്ന പ്രക്രിയ. ഫോർ എക്സാമ്പിൾ പറയുന്നത് വാട്ടർ, വെള്ളം, അതുപോലെ മാരേജ് ബ്യൂറോ, ഇതൊക്കെ എന്താണ് പണ്ട് മാർക്കറ്റിൽ ഉണ്ടാവാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നോക്കേണ്ടത്. നെക്സ്റ്റ് ഗ്ലോബലൈസേഷൻ എന്താണ്? ലേറ്റ് 1980s വന്ന ഒരു ഇക്കണോമിക് ഫിനോമിന ആണ് അല്ലേ. ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഇന്റർലിങ്കിങ് ആണ്, അതായത് പരസ്പര ബന്ധമാണ്. എങ്ങനെ? ഇക്കണോമിക്കലിയും കൾച്ചറലിയും പൊളിറ്റിക്കലിയും. അപ്പം അതിന് എക്സാമ്പിളൊക്കെ എഴുതുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് പുഷ്കറൊക്കെയാണ്, പുഷ്കർ മേള, പുഷ്കർ ക്യാമൽ ഫെയർ ആണ് ടെക്സ്റ്റിൽ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എന്താണ് എക്കണോമിക്സിലൊക്കെ അത്യാവശ്യത്തിന് പഠിച്ചിട്ടുള്ളതാണ്, ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടുത്തത് ലിബറലൈസേഷനാണ്, ഉദാരവൽക്കരണം എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് എന്തെഴുതാം? എന്താണ് ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ പോളിസി. ഈ ഗ്ലോബലൈസേഷൻ വന്നതോട് കൂടിയിട്ടാണ് ലിബറലൈസേഷൻ വരുന്നത് അല്ലേ. അതുപോലെ മാർക്കറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും അതെന്താണ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടും വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, മാർക്കറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് എന്താണ്? മാർക്കറ്റ് ബേസ്ഡ് പ്രോസസ്സാണ്. എന്ത്? ടു സോൾവ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് പ്രോസസ്സസ് എന്നുള്ളതാണ്. ഓക്കെ, ലിബറലൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ വേറൊരു ടേമായിട്ടും നമുക്ക് മാർക്കറ്റൈസേഷനെ കണക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ എക്കണോമി ചേഞ്ച് ആയതും അഗ്രികൾച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വലിയ മാർക്കിന് ചോദിക്കുന്നതാണ്, പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 5 ആണ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. സാമൂഹിക അസമത്വത്തിൻ്റെയും ബഹിഷ്കരണത്തിൻ്റെയും രീതികൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട ഭാഗം സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹിക ബഹിഷ്കരണം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഭാഗമാകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുക, മാറ്റി നിർത്തപ്പെടുക എന്നുള്ളതാണ്. അത് 2 തരമുണ്ട്, കാസ്റ്റ് ബേസ്ഡും ജെൻഡർ ബേസ്ഡും. അതായത് ജാതി അടിസ്ഥാനത്തിലുള്ള അവഹേളനവും അതുപോലെ തന്നെ ജെൻഡർ, നമ്മുടെ ലിംഗ അടിസ്ഥാനത്തിലുള്ള അവഹേളനം ഉണ്ട്. ഓക്കെ, അവഹേളനം അല്ലെങ്കിൽ ബഹിഷ്കരണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വിശദീകരിച്ച് എഴുതണം. നെക്സ്റ്റ് സോഷ്യൽ ഇനീക്വാളിറ്റി ആണ്. ഇനീക്വാളിറ്റി നമുക്കറിയാം എന്താണ്? വിഭവങ്ങളുടെ അസമമായ വിതരണം അല്ലെങ്കിൽ എന്താണ് അതിൽ വരുന്ന അസമത്വമാണ്. ഓക്കെ, അപ്പോൾ ഈ സാമൂഹിക വിഭവങ്ങളെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? സാമ്പത്തിക മൂലധനം, അതുപോലെ സാംസ്കാരിക മൂലധനം, സാമൂഹിക മൂലധനം, എക്കണോമിക് ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ. ഇതൊക്കെ എന്താണ് അതിന് ഉദാഹരണവും പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം എന്താണ് എന്നുള്ളത്. അതായത് സമൂഹത്തെ എന്താണ് പല തട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ 3 തത്വങ്ങൾ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തേതായിട്ട് എന്താണ്? ഇത് സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയാണ്, ഒരു ഫീച്ചറാണ്, ക്യാരക്ടറാണെന്ന് പറയാം. രണ്ടാമതായിട്ട് എന്താണ്? ഇത് തലമുറകളായിട്ട് നിലനിൽക്കുന്ന ഹെറിഡിറ്ററി ആണ്. മൂന്നാമതായിട്ട് എന്താണ്? ഇതിൻ്റെ എന്താണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്? വിശ്വാസത്തിൻ്റെ പേരിലാണ്, ബിലീഫിൻ്റെ പേരിലാണ് അല്ലേ. അപ്പം അത്രയും കാര്യങ്ങൾ. പിന്നെ അൺടച്ചബിലിറ്റിയുടെ കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഏത് ആർട്ടിക്കിൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അൺടച്ചബിലിറ്റി ഇന്ത്യയിൽ പ്രിവെൻറ്റ് ചെയ്തത് ആർട്ടിക്കിൾ 17 ആണ്, 17 ആണ് കേട്ടോ. പിന്നെ ഡയമെൻഷൻസ് ഓഫ് അൺടച്ചബിലിറ്റി ഉണ്ട്, അതായത് 3 തരമാണ്: എക്സ്ക്ലൂഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ തന്നെ ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ സബോർഡിനേഷൻ എന്നുള്ളതാണ്. അപ്പം അൺടച്ചബിലിറ്റിയുടെ 3 ഡയമെൻഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മലയാളം അവഹേളനം, സാമ്പത്തിക ചൂഷണം, ബഹിഷ്കരണം, ഈ 3 ആണ് കേട്ടോ. ഓക്കെ, 3 മാനങ്ങളാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്സ് ഫോർ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനത്തിനായുള്ള സംസ്ഥാന ഇതര നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. മിസ്സിൻ്റെ കയ്യിലുള്ള നോട്ടിൽ മിസ്സ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സംവരണം, പിന്നെ ഭരണഘടനയിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയ മാറ്റങ്ങൾ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 1935 നിയമം, പിന്നെ അതുപോലെ ഈ അൺടച്ചബിലിറ്റിയുടെ ആക്ട്, ഇപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 17 പറഞ്ഞല്ലോ, അതൊക്കെ ഇതിനുള്ള ഉദാഹരണമാണ്. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രഗിൾസ് ഫോർ വുമൺ റൈറ്റ്സ് ആൻഡ് ഇക്വാളിറ്റി, സ്ത്രീ സമത്വത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. അത് ആര് നയിച്ചു, എങ്ങനെ നയിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ് OBCക്ക് വേണ്ടിയിട്ട് വന്ന കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. അത് BP മണ്ഡലിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതിവിടെ നോക്കാം കേട്ടോ. പിന്നെ വുമൻസിൻ്റെ കാര്യത്തിൽ നമുക്കതിൽ 1 വേർഡ് മാത്രമേ വരുള്ളൂ. അതിൽ essay ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. അത് മിസ്സ് അവിടെ പറയേണ്ടത് കേട്ടോ, ആരാണ് എന്താണ് എന്നുള്ളത്. ഓക്കെ, സ്ത്രീ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്സ് പറഞ്ഞു പോവുകയാണെങ്കിൽ സ്ത്രീ പുരുഷ തുലന താരാബായി ഷിൻഡെയുടെ ഒരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ രാജാറാം മോഹൻ റോയുടെ സതി നിർത്തലാക്കിയ കാര്യങ്ങൾ, അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട്സ് വേണ്ടവർ മിസ്സിന് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. മിസ് അവിടെ ബാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ അവിടെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള നോട്ട്സാണ്. മിസ് ആദ്യം തന്നെ പറയുകയാണ്, ചെറിയൊരു എമൗണ്ട്, അത് എല്ലാവർക്കും പറ്റുന്ന രീതിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു എമൗണ്ട് കൊണ്ട് മിസ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം എഫേർട്ട് ഇട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു എമൗണ്ടാണ്, എല്ലാവർക്കും പറ്റുന്നതാണ്. ഓക്കെ, അതിൽ നമ്മുടെ 15 ചാപ്റ്റേഴ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 6 ആണ്, ദ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വെല്ലുവിളികൾ എന്നുള്ള പാഠഭാഗമാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട ഭാഗമാണ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി, സാമുദായിക സ്വത്വം എന്താണ് എന്നുള്ളത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്, ജനനം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നതാണ്, അക്വേർഡ് ക്വാളിഫിക്കേഷനാണ്, അതായത് നമ്മൾ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ ഫാമിലി, റിലീജിയൻ ഒക്കെ നമുക്കിതിൽ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് കമ്മ്യൂണൽ ഐഡൻറ്റിറ്റി. ആ ഒരു ബേസിൽ നമുക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റിയാണ് കമ്മ്യൂണൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി, സാമുദായിക സത്വം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നേഷൻ ആൻഡ് സ്റ്റേറ്റ്, രാഷ്ട്രവും സംസ്ഥാനവും. രാഷ്ട്രം നമുക്കറിയാം എന്താണ്, നേഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിന് എന്തുണ്ടാവും, അതിന് സ്വന്തം സംസ്ഥാനം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നേഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, അതൊക്കെ ചെറിയ മാർക്കിനെ ചോദിക്കുകയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പോളിസീസ് ഓഫ് അസിമിലേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ, സ്വാംശീകരണവും ഉദ്ഗ്രന്ഥനപരവുമായ നയങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ നോക്കാം. ഇവിടെ ഈ ഒരു പോളിസിയിൽ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്, സിറ്റിസൺസ് എല്ലാവരും യൂണിഫോം സെറ്റ്സ് ഓഫ് കൾച്ചറൽ വാല്യൂസും നോംസും ഫോളോ ചെയ്യണം. അതിനവർ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കൾച്ചറൽ വാല്യൂസൊക്കെ ഗീവ് അപ്പ് ചെയ്ത് അതെല്ലാം വിട്ടുകൊണ്ട് വേറെ എല്ലാവരും ഒരുപോലെ പോകണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇൻ്റഗ്രേഷനിസ്റ്റ് എന്താ പറയുന്നത്, ഉദ്ഗ്രന്ഥനപരമായിട്ടുള്ള നയങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് എന്താണ്, ഒരു കോമൺ നാഷണൽ പാറ്റേൺ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പ്രൈവറ്റ് സ്ഫിയറിൽ മാത്രം പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും 2 കാര്യങ്ങളാണ്, അതും ഒരു 3-4 മാർക്കിനാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം റീജിയണലിസം, കമ്മ്യൂണലിസം. പ്രാദേശികവാദത്തിൽ പറയുന്നത്, അതായത് സ്വന്തം പ്രദേശത്തോട് സ്നേഹം കൂടുക, ഇഷ്ടം കൂടുന്നതിനെയാണ് നമ്മൾ പ്രാദേശികവാദം, റീജിയണലിസം എന്ന് പറയുക. ഇങ്ങനെ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ എന്ത് ഡിമാൻഡ് ചെയ്യും, ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കും. അതാണ് പ്രാദേശികവാദം. അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് വാദങ്ങൾ ഉന്നയിക്കുന്നതാണ്. സെപ്പറേഷൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അതാണ് പ്രാദേശികവാദം എന്ന് പറയുന്നത്. വർഗീയവാദം കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്, അതായത് റിലീജിയനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, റിലീജിയസ് ഐഡൻറ്റിറ്റീനെ, മതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണലിസം, വർഗീയവാദം കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കാം ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സെക്യുലറിസം, മതനിരപേക്ഷതയുടെ പാശ്ചാത്യവും ഇന്ത്യൻ അർത്ഥവും. അപ്പോൾ പാശ്ചാത്യ അർത്ഥം നമുക്ക് ആദ്യം നോക്കാം. അതിൽ പറയുന്നത് സ്റ്റേറ്റും റിലീജിയനും എന്താവണം, സെപ്പറേറ്റഡ് ആവണം എന്നുള്ളതാണ്. സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇവിടെ ചർച്ചാണ് യൂസ് ചെയ്യുക. അതാണ് നമ്മുടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള റിട്രീറ്റ് എന്നാണ് അവർ പറയുന്നത്. ഇതാണ് സെക്യുലറൈസേഷൻ അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുന്നത് വെസ്റ്റേൺ ആസ്പെക്റ്റിൽ കേട്ടോ. അതായത് പാശ്ചാത്യ ആശയത്തിൽ ചർച്ചും സ്റ്റേറ്റും സെപ്പറേറ്റഡ് ആവണം. ഓക്കെ, അതായത് നമ്മുടെ രാഷ്ട്രം റിലീജിയൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. അതാണ് വെസ്റ്റേൺ ആശയത്തിൽ പറയുന്നത്. ഇന്ത്യൻ ആശയത്തിൽ കുറച്ചും കൂടെ വ്യത്യാസമാണ്. അതിൽ പറയുന്നത് മോഡേണിറ്റിയുടെ കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ ആശയത്തിൽ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ഒരു റിലീജിയനോടും പ്രത്യേകം ഫേവർ പാടില്ല, എല്ലാവരെയും ഒരുപോലെ കാണണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി, രാഷ്ട്രവും പൗരസമൂഹവും. അപ്പോൾ നമുക്കറിയാം രാഷ്ട്രം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. സിവിൽ സൊസൈറ്റിയിൽ പറയുകയാണെങ്കിൽ കുടുംബത്തിനും സ്റ്റേറ്റിനും
പുറത്തുള്ള ഒരു ഡൊമെയിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു മണ്ഡലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സിവിൽ സൊസൈറ്റി. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NGOs അതിൻ്റെ ഭാഗമാണ്, സിവിൽ സൊസൈറ്റിയുടെ ഭാഗമാണ്. അതായത് ഇതൊരു നോൺ മാർക്കറ്റ്, നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള എന്തും നമുക്ക് എന്തെന്ന് പറയാം, സിവിൽ സൊസൈറ്റി ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റിനെ കൊണ്ട് ഡിമാൻഡ് അവരുടെ നേടാൻ സാധിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫാമിലിനെ കൊണ്ടും സാധിക്കില്ല അല്ലേ സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷന് നമുക്ക് എന്ത് പറയാം, സിവിൽ സൊസൈറ്റി എന്ന് പറയാം. ഓക്കെ, പക്ഷെ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അവർ പ്രോഫിറ്റ് മേക്കിംഗ് ആവരുത്, അതുപോലെ തന്നെ മാർക്കറ്റ് ബേസ്ഡ് ആവരുത്. ഓക്കെ, ട്രേഡ് യൂണിയനൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, എക്സാമ്പിളൊക്കെ നോക്കി വെക്കണേ. നെക്സ്റ്റ് നമ്മൾ 7th ചാപ്റ്റർ നോക്കുന്നില്ല, അത് നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നോക്കാം നമുക്ക്. ചാപ്റ്റർ 8 ആണ് സ്ട്രക്ചറൽ ചേഞ്ച്, ഘടനാപരമായ മാറ്റം. അതിലെ ഫസ്റ്റ് ഭാഗമാണ് കൊളോണിയലിസം, കോളനി വാഴ്ച എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൊളോണിയലിസം അല്ലെങ്കിൽ കോളനി വാഴ്ചയിൽ നമുക്ക് പറയാനുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതായത് മറ്റൊരു കൺട്രി നമ്മളെ കൺട്രിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രിയുടെ മേലെ അവകാശം സ്ഥാപിക്കുന്നതാണ് എന്ത്, റൂൾ ഓവർ അനദർ കൺട്രിയാണ് കൊളോണിയലിസം അല്ലേ. അപ്പോൾ അതിനുശേഷം ഇന്ത്യയിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ നല്ലതും മോശമായതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതാം കേട്ടോ, മാർക്കിനനുസരിച്ച് എഴുതാം. നെക്സ്റ്റ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും. നഗരവൽക്കരണം നമുക്കറിയാം, ഗ്രാമങ്ങൾ എന്താണ് നഗരങ്ങളായി മാറുന്ന പ്രക്രിയയാണ് അല്ലേ. വ്യവസായവൽക്കരണം എന്താണ്, പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഇൻഡസ്ട്രീസ് വളർന്നു വരുന്നതാണ് അല്ലേ, മെഷീൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ മിസ്, ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാനാണ്, അത് വായിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് മിസ് ടെക്സ്റ്റ് ഒപ്പം വെച്ച് വായിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ഒപ്പം വെച്ച് നിങ്ങൾ വായിക്കുക, പഠിക്കുക. ഓക്കെ, ഇനി വായിക്കുകയല്ല പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വികസനങ്ങൾ. MSA റാവുവിൻ്റെ 3 കാര്യങ്ങളാണ് അവിടെ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ +2 സ്റ്റുഡൻസ് അത്ര ഉഷാറ് പോരാ എന്നുള്ളത് ഒരു മിസ്സിനൊരു തോന്നലുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു മിസ്സ്. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. വീഡിയോയുടെ കാര്യമായാലും സംശയങ്ങളായാലും എന്തായാലും ഇനി എന്താണ് അടുത്ത വീഡിയോയിൽ പ്രത്യേകമായിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നോട്ട്സ് വേണ്ടവർ മിസ്സിന് മെസ്സേജ് അയക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ഓക്കെ, പിന്നെ ബാക്കി ഉള്ളവർ നോട്ട്സ് വേണ്ട എന്നുള്ളവർ ബുക്ക് നോക്കി തന്നെ പഠിക്കുക കേട്ടോ. ബാക്കി വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഇനി വേറെ ഒന്നും വേണ്ട. ഇനി ഒരു മാർച്ച് കഴിയുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് തന്നെ സമയം മാറ്റി വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.